നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ജീവിതത്തിലെ ഒരു സംഭവത്തെക്കുറിച്ചാണ്. നേതൃത്വ പാടവത്തെക്കുറിച്ചും വിവേകത്തെക്കുറിച്ചുമൊക്കെ നമ്മളെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുന്നൊരു കഥയാണിത്. കാലം എത്ര കഴിഞ്ഞാലും ഇതിലെ പാഠത്തിന് ഒരു മാറ്റവുമില്ല. ശരി, അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം അല്ലേ? കഥ തുടങ്ങുന്നത് നെപ്പോളിയന്റെ ഒരു തീരുമാനത്തോടെയാണ്. ഒറ്റ നോട്ടത്തിൽ വളരെ വിചിത്രമെന്ന് മാത്രമല്ല, രാഷ്ട്രീയപരമായി നോക്കിയാൽ വലിയൊരു അപകടം പിടിച്ചൊരു തീരുമാനമായിരുന്നു അത്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, തന്റെ കടുത്ത വിമർശകരിൽ ഒരാൾക്ക് ഭരണകൂടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പദവി നൽകി. ഈ ഒരു തീരുമാനം കേട്ടതും നെപ്പോളിയന്റെ കൂടെയുള്ള വിശ്വസ്തരായ ഉദ്യോഗസ്ഥർക്ക് ആകെ ഒരു ആശയക്കുഴപ്പമായി. അവർക്കിതൊട്ടും ദഹിച്ചില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തതെന്ന് അവർക്ക് മനസ്സിലായതേയില്ല. അപ്പോൾ ആ ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ വന്ന അതേ ചോദ്യം തന്നെയായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലും വരുന്നത്, അല്ലേ? സ്വന്തം നിലനിൽപ്പിന് നാളെ ഒരു ഭീഷണിയാകാൻ സാധ്യതയുള്ള ഒരാളെ എന്തിനാണ് അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നത്? അവർ ഒട്ടും മടിച്ചില്ല. നേരെ പോയി നെപ്പോളിയനോട് തന്നെ കാര്യം ചോദിച്ചു. അവരുടെ വാക്കുകളിൽ ആ തീരുമാനത്തിലെ അപകടം വളരെ വ്യക്തമായിരുന്നു. അതായത്, ഇത് വെറുമൊരു വ്യക്തിപരമായ കാര്യമല്ല, ഇതിന്റെ പിന്നിൽ വലിയ രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളുണ്ട് എന്നവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ ഈയൊരു ചോദ്യം കേട്ടപ്പോൾ നെപ്പോളിയൻ എങ്ങനെയായിരിക്കും പ്രതികരിച്ചത്? അദ്ദേഹം ദേഷ്യപ്പെട്ടില്ല, അല്ലെങ്കിൽ വിഷമിച്ചില്ല. പകരം വളരെ ശാന്തനായി നല്ല വിവേകത്തോടെ ഒരു മറുപടി കൊടുത്തു. ഇവിടെയാണ് നെപ്പോളിയന്റെ മറുപടിയിലെ ആ ഒരു കഴിവ് നമ്മൾ കാണുന്നത്. ആ ഒരൊറ്റ മറുപടി കൊണ്ട് തന്നെ സംസാരത്തിന്റെ ഗതി അങ്ങ് മാറി. അതായത്, ഇവിടെ വിഷയം എന്നോടുള്ള കൂറാണോ അതോ ആ സ്ഥാനത്തിരിക്കാനുള്ള യോഗ്യതയാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഒരു സംശയത്തിനും ഇടയില്ലാത്ത ഉത്തരം കൊടുത്തു. ഇത് കണ്ടില്ലേ? ഇതാണ് അദ്ദേഹത്തിന്റെ ചിന്തയുടെ കാതൽ. വളരെ ലളിതമായി അദ്ദേഹം രണ്ട് കാര്യങ്ങൾ ഒരു ത്രാസിൽ വെച്ച് നോക്കുകയാണ്. ഒരു തട്ടിൽ അയാൾക്കെന്നെ ഇഷ്ടമല്ല എന്ന വ്യക്തിപരമായ ഒരു തോന്നൽ, മറുതട്ടിൽ പക്ഷേ അയാൾ രാജ്യത്തിന് ആവശ്യമുള്ളയാളാണ് എന്ന വലിയ സത്യം. ഇതിലേതിന് മുൻഗണന കൊടുക്കണമെന്ന് നെപ്പോളിയന് യാതൊരു സംശയവുമില്ലായിരുന്നു. അതായത്, നെപ്പോളിയൻ ഇതിനെ എങ്ങനെയാ കാണുന്നത് എന്ന് നോക്കൂ. ഇതൊരു രാഷ്ട്രീയപരമായ നഷ്ടമായിട്ടല്ല, പകരം രാജ്യത്തോടും എന്തിന് സ്വന്തം മനസാക്ഷിയോടും ചെയ്യുന്ന ഒരു വലിയ നീതികേടായിട്ടാണ് അദ്ദേഹം ആ വ്യക്തിയെ ഒഴിവാക്കുന്നതിനെ കണ്ടത്. അത് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു. അപ്പോൾ ഈ കഥ നമ്മളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഇതിൻ്റെല്ലാം അവസാനം നമ്മളെത്തുന്ന ഒരു വലിയ പാഠമുണ്ട്. ഒറ്റനോട്ടത്തിൽ വിചിത്രമെന്ന് തോന്നിയ നെപ്പോളിയന്റെ ആ തീരുമാനത്തിന് പിന്നിലെ ആ വലിയ തത്വം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ശരിക്കുള്ള മഹത്വം? ഈ കഥ നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് കേട്ടോ. രാജ്യത്തിന്റെ നല്ലതിനു വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളുമൊക്കെ മാറ്റിവെക്കാൻ കഴിയുന്നില്ലേ? അതാണ് യഥാർത്ഥ മഹത്വം. അതുണ്ടെങ്കിലേ ഒരാൾ വെറുമൊരു ശക്തനായ ഭരണാധികാരി എന്നതിനപ്പുറം ഒരു മഹാനായ നേതാവായി മാറുകയുള്ളൂ. നേതൃത്വത്തെക്കുറിച്ച് ഇത്രയും മനോഹരമായൊരു കാഴ്ചപ്പാട് തരുന്ന ഈ കഥ നമ്മൾ എടുത്തിരിക്കുന്നത് ഗായത്രി പരിവാറിന്റെ സചിത്ര ബാൽ ഖതായൻ എന്ന പുസ്തകത്തിൽ നിന്നാണ്. ഈ കഥ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ എല്ലാ മനസ്സിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. അപ്പോൾ നമുക്ക് ഈ ഒരു വിശകലനം ഒരു ചോദ്യത്തോടെ അവസാനിപ്പിച്ചാലോ? എപ്പോഴാണ് നമ്മുടെയൊക്കെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ ഇഷ്ടക്കേടുകൾ ഒരു നാടിന്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ പുരോഗതിക്ക് വിലങ്ങുതടിയായി മാറുന്നത്? നെപ്പോളിയന്റെ ഈ തത്വം ഇന്നത്തെ നമ്മുടെ ലോകത്ത് എത്രത്തോളം പ്രസക്തമാണ്? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ.